ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തെ UPSC PSC ആണ്. ഇതൊക്കെ എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളാണ് അല്ലേ? അപ്പോൾ ആ ഒരു സെക്ഷനിൽ വരുന്നതാണ്. മിക്ക പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം UPSC PSC അതാണ് നോക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നോക്കേണ്ടത് ഈ UPSC PSC ഒക്കെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 315 to 323 UPSC PSC എന്നിവയൊക്കെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 315 to 323 ഏത് ഭാഗത്താണെന്നറിയാവും? ഭാഗം 14 ഭാഗം 14 ആർട്ടിക്കിൾ 315 to 323 അപ്പം നമുക്ക് ആദ്യമായിട്ട് ഈ 315 to 323 ആർട്ടിക്കിളിലാണ് PSC UPSC ആയിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ആ ആർട്ടിക്കിൾ 315. അപ്പോൾ ആർട്ടിക്കിൾ 315 പറയുന്ന കേന്ദ്ര സംസ്ഥാന പബ്ലിക് സർവീസാണ് പറയുന്നത്. ആർട്ടിക്കിൾ 316 അതിലെ അംഗങ്ങളുടെ നിയമനവും കാലാവധിയുമാണ് ആർട്ടിക്കിൾ 316 പറയുന്നത്. ആർട്ടിക്കിൾ 317 കമ്മീഷനിലെ ഒരംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 317. ഇനി ആർട്ടിക്കിൾ 318 പറയുന്നത് കമ്മീഷനിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 318. 319 കമ്മീഷൻ അംഗങ്ങൾ അങ്ങനെയുള്ള അംഗങ്ങൾ അല്ലാതായിട്ട് തീരുമ്പോൾ കമ്മീഷൻ അംഗങ്ങൾ അല്ലാതായിട്ട് തീരുമ്പോൾ അപ്പോൾ ഉദ്യോഗങ്ങൾ വഹിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള നിരോധനം, അതായത് വിരമിച്ച ശേഷം ചെയർമാന് മറ്റ് പദവികളിൽ തുടരാൻ പാടില്ല എന്നാണ് പറയുന്നത്. 320 എന്ന് പറഞ്ഞാൽ PSCയുടെ ചുമതലകളാണ്. ആർട്ടിക്കിൾ 321 ചുമതലകൾ വ്യാപിക്കുന്നതിനുള്ള അധികാരമാണ്. ആർട്ടിക്കിൾ 322 പറയുന്നത് കമ്മീഷൻ്റെ ചെലവുകൾ. ആർട്ടിക്കിൾ 323 പറയുന്നത് കമ്മീഷൻ്റെ റിപ്പോർട്ടുകളാണ്. അപ്പോൾ മനസ്സിലായല്ലോ. നമ്മുടെ വകുപ്പ് ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14. ആർട്ടിക്കിൾ 315 to 323 315 കേന്ദ്ര സംസ്ഥാന പബ്ലിക് സർവീസുകളെ കുറിച്ച് പറയുന്നു. 316 അംഗങ്ങളുടെ നിയമനവും കാലാവധിയെയും കുറിച്ച് പറയുന്നു. 317 കമ്മീഷനിലെ ഒരംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലിനെ കുറിച്ച് പറയുന്നു. 318 കമ്മീഷനിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥയാണ്. 319 കമ്മീഷൻ അങ്ങനെയുള്ള അംഗങ്ങൾ അല്ലാതായി തീരുമ്പോൾ ഉദ്യോഗങ്ങൾ വഹിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള നിരോധനമാണ്. 320 PSCയുടെ ചുമതലകൾ. ആർട്ടിക്കിൾ 321 ചുമതലകൾ വ്യാപിക്കുന്നതിനുള്ള അധികാരം. 322 കമ്മീഷൻ്റെ ചെലവുകൾ പറയുന്നു. 323 കമ്മീഷൻ്റെ റിപ്പോർട്ടുകളാണ് പറയുന്നത്. അപ്പോൾ എത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. UPSCയും PSCയും കുറിച്ചിട്ട് പറയാം. അപ്പോൾ UPSC എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് അല്ലേ? അപ്പം മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? UPSC ആണ്. അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്ന് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം ചോദിച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് 1919. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം. ഇന്ത്യയിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്തത്, ഇങ്ങനെയൊക്കെ സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്തത് ലീ കമ്മീഷനാണ്. അങ്ങനെ 1924 റിപ്പോർട്ട് സമർപ്പിച്ചു. റോയൽ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ലീ കമ്മീഷനാണ്. ലീ കമ്മീഷൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്തു. അതുപോലെ തന്നെ റോയൽ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ലീ കമ്മീഷനാണ്. ഇനി ലീ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1926 ഒക്ടോബർ 1. അപ്പോൾ 1926 ഒക്ടോബർ 1 ലീ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത്. 1926 നിലവിൽ വന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്?
റോസ് ബാർക്കറാണ്. റോസ് ബാർക്കർ 1926 നിലവിൽ വന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ്? റോസ് ബാർക്കറാണ്. റോസ് ബാർക്കർ. ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട്? 5 അംഗങ്ങളാണ് ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇനി പ്രധാനപ്പെട്ടത് നമ്മുടെ UPSCയുടെ ആസ്ഥാനം ധോൽപൂർ ഹൗസ് ന്യൂഡൽഹിയാണ്. അതുപോലെ തന്നെ അംഗങ്ങളെ നിയമിക്കുന്നത് പിരിച്ചുവിടുന്നതൊക്കെ ആരാണ്? രാഷ്ട്രപതിയാണ്. അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നതും രാഷ്ട്രപതിയാണ്. സാധാരണയായിട്ട് 9 മുതൽ 11 വരെ അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത്. ഓക്കെ ആണല്ലോ. അതിൽ പകുതി അംഗങ്ങൾ സംസ്ഥാന കേന്ദ്ര സർവീസിൽ 10 വർഷം പ്രവർത്തന പരിചയമുള്ളവർ ആയിരിക്കണം എന്നല്ലാതെ മറ്റ് യോഗ്യതകളൊന്നും ഭരണഘടനയിൽ നിഷ്കർഷിച്ചിട്ടില്ല. കാലാവധി 6 വർഷം അല്ലെങ്കിൽ എത്രയാണ്? 65 വയസ്സാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്തെങ്കിലും അറിയാത്ത പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. അപ്പം നമ്മുടെ നിലവിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് ചെയർമാൻ ഉൾപ്പെടെ 21 പേരുണ്ട് ഇപ്പോൾ കേട്ടോ. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1936 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപനമായത്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് 1956. അപ്പോൾ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് 1936 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നായി മാറിയ വർഷം 1956. ഓക്കെ ആണല്ലോ. അങ്ങനെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാനായിരുന്നു ആര്? കേരളയുടെ ഇപ്പോൾ പറയുന്നത് ആരായിരുന്നു? VK വേലായുധനാണ്. VK വേലായുധൻ. ഓക്കെ ആണല്ലോ. അത്രയും പിന്നെ ഓക്കെ. ഇനിയുള്ളത് ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന ആദ്യ ബ്രിട്ടീഷ് പ്രവിശ്യ ഏതാണെന്ന് ചോദിച്ചാൽ മദ്രാസാണ്. UPSCയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരനാരാണ്? UPSCയുടെ മുമ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മറ്റേ ആയിരുന്നു, നമ്മുടെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ UPSCയിലോട്ട് തന്നെ വന്നു. UPSCയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരനാരാണ്? HK കൃപലാനിയാണ്. UPSC ചെയർപേഴ്സൺ ആദ്യ വനിത ചോദിച്ചാൽ റോസ് മില്ലൻ മാത്യു ആണ്. UPSCയിൽ അംഗമായ ആദ്യ മലയാളിയാണ് KG അടിയോടി. അപ്പോൾ UPSCയിൽ അംഗമായ ആദ്യ മലയാളി KG അടിയോടി. UPSC ചെയർമാനായ ആദ്യ വനിത റോസ് മില്ലൻ മാത്യു. UPSCയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരനാണ് HK കൃപലാനി. അത്രയും കാര്യങ്ങൾ പഠിച്ചു. നമ്മുടെ UPSCയിൽ ഇപ്പോൾ ഉള്ള അംഗസംഖ്യ എന്ന് പറഞ്ഞതിൽ നിലവിൽ 7 പേരാണ് ഉള്ളത്. അതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ. PSCയുടെ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഉള്ളത് എത്ര പേര്? 11 പേരെന്നും കണ്ടല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ? ഓക്കെ. 11 അല്ല 21 പേര്. ഓക്കെ. ആ നിലവിലെ അംഗസംഖ്യ മാത്രം ഒന്നുകൂടെ ഒന്ന് നോക്കുക. ഇപ്പം ഞാൻ കണ്ടത് UPSCയുടെ ഇപ്പോഴ് ചെയർമാൻ ഉൾപ്പെടെ അംഗസംഖ്യ 7 പേരും PSCയിൽ ഇപ്പോഴുള്ളത് 21 പേരെന്നാണ് കണ്ടത്. ഓക്കെ. ഇനി നമുക്ക് PSCയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാണെന്നറിയാം? ഗവർണറാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരെയൊക്കെ നീക്കം ചെയ്യുന്നതും സംസ്ഥാന PSCയുടെ കാര്യമാണ് പറയുന്നത്. ഗവർണറാണ്. സംസ്ഥാന PSC ചെയർമാനും അംഗങ്ങളുമൊക്കെ അവർക്ക് അംഗസംഖ്യയൊക്കെ എത്ര വേണം നിയമിക്കുന്നത്? ഗവർണറാണ്. രാജിക്കത്ത് നൽകുന്നതും ഗവർണർക്കാണ്. പക്ഷെ നീക്കം ചെയ്യുന്നത്, അതായത് അവർ മാറ്റുന്നത്, അപ്പോൾ അങ്ങനെ മാറ്റുന്നത് പ്രസിഡൻ്റാണ് അത് നീക്കം ചെയ്യുന്നത്. അപ്പോൾ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. അത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷനായി പോകും. അപ്പം ശ്രദ്ധിക്കുക, നീക്കം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രസിഡൻ്റാണ്. അപ്പം PSC ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന PSCയുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് ഗവർണറാണ്. രാജിക്കത്ത് നൽകുന്നതും ഗവർണർക്കാണ്. പക്ഷേ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ രാഷ്ട്രപതിയാണ്. അത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പെട്ടെന്ന് സംസ്ഥാനം കേൾക്കുമ്പം ഗവർണർ നമുക്ക് ആൻസർ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇനിയും സംസ്ഥാന PSC അംഗങ്ങളുടെയൊക്കെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. 6 വർഷം അഥവാ 62 UPSCയുടെ പറഞ്ഞപ്പം 6 വർഷം പിന്നെ 65 വയസ്സെന്നാണ് കാണുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി
കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് ചോദിച്ചത്? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് VK വേലായുധൻ. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ മിഡിൽ ലെവൽ, ലോ ലെവൽ തസ്തികകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ആരാന്ന് ചോദിച്ചാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർക്കുക. പിന്നെ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വന്ന വർഷം ഞാൻ പറഞ്ഞു 36-ലാണ്. അതിൽ പേര് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നായത് 56-ലുമാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ കിട്ടിയല്ലോ. ഇനി ഒരെണ്ണമുണ്ട്, ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് JSPSC. അതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാവുന്നതാണ്. ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവന എന്ന രീതിയിൽ ചോദിക്കാം. അപ്പോൾ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ നമുക്ക് രൂപീകരിക്കാവുന്നതാണ്. ജോയിൻറ്റ് സ്റ്റേറ്റ് സർവീസ് പബ്ലിക് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. JSPSCയുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. JSPSCയുടെ ചെയർമാൻ്റെയും അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62. അപ്പം നമ്മുടെ UPSCയുടെ മാത്രമാണ് നോക്കിയപ്പോൾ 6 വർഷം അഥവാ 65 വയസ്സെന്ന് കണ്ടത്. അപ്പോൾ PSCയുടെയൊക്കെ പറയുമ്പോൾ അതിൽ PSCയുടെ എങ്ങനെയായിരുന്നു? 6 വർഷം അഥവാ 62. മറ്റേ ഇതാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെയും ഏതാണ്? 6 വർഷം അഥവാ 62 വയസ്സാണ് കേട്ടോ. ഏതാ? JSPSC, ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അതും ഇവരുടെ കാലാവധിയും അത് തന്നെയാണ് കേട്ടല്ലോ. നോട്ട് ചെയ്യുക. JSPSC ചെയർമാനെയും അംഗങ്ങളെയും രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. ഓക്കെ ഉണ്ടോ? JSPSC റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നോട്ട് ചെയ്യാനുള്ളത്. അപ്പം UPSC, PSC, JSPSC നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഗവർണർക്കാണോ രാഷ്ട്രപതിക്കാണോ എന്നുള്ള കാര്യങ്ങൾ, പിന്നെ എത്ര കാലാവധി എത്ര നാളത്തേക്കാണ് അവരുടെ കാലാവധി എന്നുള്ളത്, എത്ര അംഗങ്ങളാണുള്ളത്, ഇതൊക്കെയാണ് നമുക്കിങ്ങനെ പഠിക്കുമ്പോൾ ഒക്കെ നമുക്ക് പരീക്ഷ ക്വസ്റ്റ്യൻ കാണുമ്പോഴൊക്കെ തല തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.